നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരു മുഖവിരയുടെ ആവശ്യമില്ലാത്ത താരമാണ് ശ്രീനിവാസൻ. 48 വർഷത്തെ സിനിമാ ജീവിതം, 200-ലധികം സിനിമകൾ. മലയാള സിനിമയിലെ സകലകലാ വല്ലഭന്മാരിൽ ഒരാളായ ശ്രീനിവാസനെ വിശേഷിപ്പിക്കുന്നത്. എഴുത്തും അഭിനയവും സംവിധാനവും തുടങ്ങി സമസ്ത മേഖലകളിലും അദ്ദേഹം തിളങ്ങിയിരുന്നു. അച്ഛന് പിന്നാലെയായി മക്കളും സിനിമയിലേക്ക് എത്തിയിരുന്നു. താരപുത്രൻ എന്നതിനപ്പുറത്ത് സ്വന്തമായ സ്ഥാനം രേഖപ്പെടുത്തി മുന്നേറുകയാണ് ഇരുവരും. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരാണ് ശ്രീനിവാസന്റെ മക്കൾ. ശ്രീനിവാസന്റെ മരണം കുടുംബത്തെ പോലെ തന്നെ സിനിമാ ലോകത്തുള്ളവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. 69 വയസ്സിലാണ് ശ്രീനിവാസൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെ നാളായി അലട്ടുന്നുണ്ടായിരുന്നു. സിനിമാ രംഗത്ത് നിന്നും മാറി നിൽക്കുകയായിരുന്നു ശ്രീനിവാസൻ. ഇതിനിടെ ചില വേദികളിലെത്തി അച്ഛന്റെ മൃതദേഹത്തിന് അരികിലിരുന്ന് കരയുന്ന ധ്യാനിന്റെ ദൃശ്യങ്ങൾ ഏവരെയും നൊമ്പരപ്പെടുത്തുന്നത് തന്നെയാണ്. ധ്യാനിന്റെ 37ാം ജന്മദിനത്തിലാണ് അച്ഛൻ വിട പറയുന്നതെന്നും ഏറെ വേദനാജനകമാണ്. സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമായി കോഴിക്കോട്ടായിരുന്നു ധ്യാൻ. അന്ത്യസമയത്ത് അടുത്തില്ലാതിരുന്ന താരം 11:30-ഓടെയാണ് കണ്ടനാട്ടെ വീട്ടിലെത്തിയത്. ധ്യാനിനെ കണ്ടതും വിഷമം നിയന്ത്രിക്കാനാകാതെ അമ്മ വിമലയും പൊട്ടിക്കരഞ്ഞു. ധ്യാൻ ഷൂട്ടിംഗിലായതിനാൽ ഡയാലിസിസിനായി ആശുപത്രിയിലേക്ക് പോയത് ശ്രീനിവാസനൊപ്പം ഭാര്യ വിമലയും ഡ്രൈവറുമാണ്. പോകുന്ന വഴി ആരോഗ്യം മോശമായി. തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഉടനെ തന്നെ മരണം സ്ഥിരീകരിച്ചു. ചെന്നൈയിലേക്ക് തിരിക്കുന്നതിനായി വിമാനത്താവളത്തിൽ എത്തിയ സമയത്താണ് അച്ഛന്റെ വിയോഗ വാർത്ത വിനീത് അറിയുന്നത്. ഉടൻ തന്നെ യാത്ര റദ്ദ് ചെയ്ത് ആശുപത്രിയിലേക്ക് തിരിക്കുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളാൽ ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെക്കാലമായി ശ്രീനിവാസനെ അലട്ടുന്നുണ്ടായിരുന്നു. ഹൃദയ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായുമുള്ള പ്രശ്നങ്ങളായിരുന്നു കൂടുതലും. ജീവിതത്തിൽ പല ആദർശങ്ങളും മുറുകെ പിടിച്ച ആളാണ് ശ്രീനിവാസൻ. എന്നാൽ ഒരു കാര്യത്തിൽ പിഴവ് സംഭവിച്ചു. ആരോഗ്യത്തിന്റെ കാര്യത്തിലായിരുന്നു അത്. രാസവളങ്ങളില്ലാത്ത ഭക്ഷണത്തെയും ജൈവ കൃഷിയെയും പ്രോത്സാഹിപ്പിച്ച ആളാണ് ശ്രീനിവാസൻ. പക്ഷേ പുകവലി എന്ന ദുശ്ശീലം ഒഴിവാക്കാനായില്ല. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇതും വലിയൊരു കാരണമായെന്നാണ് വിലയിരുത്തൽ. ആരോഗ്യം മോശമായ ശേഷം ഒരിക്കൽ ശ്രീനിവാസൻ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇത്രയും സിഗരറ്റ് വലിക്കേണ്ടതില്ലെന്ന് തോന്നുന്നുണ്ട്. കാരണം പുകവലിയാണ് എന്റെ ആരോഗ്യം തകർത്തത്. ഈ അവസ്ഥയിലും ഒരു സിഗരറ്റ് കിട്ടിയാൽ ഞാൻ വലിക്കും. അത്രയ്ക്ക് അഡിക്ഷൻ ഉണ്ട്. എനിക്ക് മറ്റുള്ളവരോട് ഒരു ഉപദേശമേ ഉള്ളൂ, കഴിയുമെങ്കിൽ പുക വലിക്കാതിരിക്കുക എന്നതാണ് ശ്രീനിവാസൻ ഒരിക്കൽ പറഞ്ഞത്. ശ്രീനിവാസന്റെ പുകവലിയെക്കുറിച്ച് ഒരിക്കൽ മകൻ ധ്യാൻ ശ്രീനിവാസനും സംസാരിച്ചിട്ടുണ്ട്. അച്ഛൻ അലോപ്പതിക്ക് എതിരാണ്, മൈദയ്ക്കും എതിരാണ്. പൊറോട്ട കഴിക്കില്ല, എന്നാൽ ഇതിനൊക്കെ എതിരാണെങ്കിലും നന്നായി സിഗരറ്റ് വലിക്കും. അതിന് മാത്രം എതിരല്ല എന്നാണ് ധ്യാൻ പറഞ്ഞത്. പിന്നീട് ഒരിക്കൽ സംവിധായകൻ ശാന്തിവിള ദിനേശും ശ്രീനിവാസനെ കുറിച്ച് സംസാരിച്ചു. ശ്രീനിചേട്ടൻ സ്വയം പീഡിപ്പിച്ച് നശിപ്പിച്ചു എന്ന് ഞാൻ പറയും. സിഗരറ്റ് വലിക്കരുതെന്ന് 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വയംവര പന്തലിൽ സ്ക്രിപ്റ്റ് വാങ്ങിക്കാൻ ചെന്നപ്പോൾ പുകയുടെ നടുവിലാണ് ഇരിക്കുന്നത്. ഒരു സിഗരറ്റിൽ നിന്നും അടുത്ത സിഗരറ്റിലേക്ക് കത്തിക്കുകയാണ്. ജീവിതത്തിൽ സിഗരറ്റ് വലിക്കാത്ത ആളാണ് ഞാൻ. ഒരു ജന്മം വലിക്കേണ്ട നിക്കോട്ടിൻ ഉള്ളിൽ പോയിട്ടുണ്ട്. നിങ്ങൾ ജനാലയെങ്കിലും തുറന്നിടണ്ടേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആരോടോ വാശി തീർക്കുന്നത് പോലെയാണ് സിഗരറ്റ് വലിച്ചു കൂട്ടിയത്. വലിയും മദ്യപാനവുമാണ് ബാധിച്ചത്. എഴുതുന്നതിന്റെ മാനസിക ടെൻഷൻ ആയിരിക്കാം. വലിക്കുമ്പോൾ ആശ്വാസം കിട്ടുമെന്നാണ് പുള്ളി പറയുന്നത്. വലിക്കാത്തത് കൊണ്ട് എനിക്ക് വിശദീകരിച്ച് പറയാൻ അറിയില്ല. പക്ഷേ സ്വയം ജീവിതം നശിപ്പിച്ച ആളാണ് ശ്രീനിചേട്ടൻ എന്ന് ശാന്തിവിള ദിനേശ് അന്ന് പറഞ്ഞിരുന്നു. സിനിമാ മേഖലയിൽ ഒരുപക്ഷെ ആരെക്കാളും ആഴത്തിൽ ശ്രീനിവാസൻ എന്ന കലാകാരനെയും മനുഷ്യനെയും അടുത്തറിയാവുന്ന ആൾ അത് സത്യൻ അന്തിക്കാടാകും. അത്രയേറെ ആത്മബന്ധം ഇരുവരും തമ്മിലുണ്ട്. ശ്രീനി ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ ആകുമായിരുന്നില്ല എന്നാണ് ആ സൗഹൃദത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ സത്യൻ അന്തിക്കാട് ആദ്യം പറയുന്ന വാക്കുകൾ. 1986 TP ബാലഗോപാലൻ MA എന്ന സിനിമയിലൂടെയാണ് ശ്രീനിവാസൻ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ സത്യൻ അന്തിക്കാടുമായി ഒന്നിക്കുന്നത്. അതൊരു നല്ല തുടക്കമായിരുന്നു. ഇരുവർക്കും ഒപ്പം അന്ന് മോഹൻലാലും ഉണ്ടായിരുന്നു. പിന്നീട് സന്മനസ്സുള്ളവർക്ക് സമാധാനം, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം എന്നിങ്ങനെ നിരവധി സൂപ്പർ ഹിറ്റുകൾ ഈ കൂട്ടുകെട്ടിൽ പിറന്നു. അടുത്തിടെയായ അസുഖങ്ങളും അവശതകളും ശ്രീനിയെ കൂടുതലായി ബാധിച്ചുവെന്ന് സത്യൻ അന്തിക്കാട് പറഞ്ഞിരുന്നു. എന്നത്തെയും പോലെ പഴയ ശ്രീനിയായി തന്റെ അരികിലേക്ക് പ്രിയ സുഹൃത്ത് വരുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഡയാലിസിസിന് അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ശ്രീനിയുടെ ആരോഗ്യസ്ഥിതി വഷളായതും മരണം സംഭവിച്ചതും. സത്യൻ അന്തിക്കാടും കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപാണ് മരണവാർത്ത അറിഞ്ഞത്. നിറഞ്ഞ കണ്ണുകളോടെയാണ് പ്രിയ സുഹൃത്തിന്റെ ഓർമ്മകൾ അദ്ദേഹം പങ്കിട്ടത്. അസുഖങ്ങൾ നിരന്തരമായി അലട്ടുന്നതിനാൽ തനിക്ക് മതിയായി എന്ന് കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞുവെന്നും സത്യൻ അന്തിക്കാട് ഓർത്തെടുത്തു. ശ്രീനി കുറെ നാളുകളായി സുഖമില്ലാതെ കിടക്കുകയായിരുന്നല്ലോ. ഈ ഒരു സമയത്ത് ശരിക്കും
ശരിക്കും പറഞ്ഞാൽ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഞാനും ശ്രീനിയും തമ്മിലുള്ള ആത്മബന്ധം. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഞാൻ ശ്രീനിയെ കാണാൻ പോകാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കൂടി സംസാരിച്ചിരുന്നു. അതിനിടയിൽ അദ്ദേഹം ഒന്ന് വീണു. നടക്കാൻ ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ സർജറി നടത്തിയിരുന്നു. ഇരുന്ന് തുടങ്ങിയെന്നും വാക്കറിൽ നടക്കാൻ പറ്റുമെന്നുമാണ് കരുതുന്നതെന്നും ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു. അപ്പോഴൊന്നും അദ്ദേഹം പോകുമെന്നൊരു തോന്നലുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും പോയി പുള്ളിയെ ചാർജ് ചെയ്യും. 2 ആഴ്ച കൂടുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകും. രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ ഇരിക്കും. ബുദ്ധിയും ചിന്തകളും എല്ലാം അപ്പോഴും വളരെ ഷാർപ്പായിരുന്നു. കഴിഞ്ഞ തവണ കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് മതിയായി. കുറച്ചു നാളുകളായി അസുഖമായി കിടക്കുകയാണല്ലോ, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് സന്ദേശം വീണ്ടും ചർച്ചയായപ്പോൾ അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചിരുന്നു. വാക്കുകൾ മുഴുവിപ്പിക്കാൻ കഴിയാതെ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു നിർത്തി സത്യൻ അന്തിക്കാട്. ശ്രീനിവാസനുമായുള്ള സത്യൻ അന്തിക്കാടിന്റെ ആത്മബന്ധം എത്രത്തോളം വലുതായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയും നിറഞ്ഞ കണ്ണുകളും പറയുന്നുണ്ടായിരുന്നു. സത്യേട്ടന് ആയിരിക്കും കൂടുതൽ വിഷമം അനുഭവിക്കാൻ പോകുന്നത്. ആത്മബന്ധം അത് വളരെ വലുതാണ്, മറ്റെന്തിനേക്കാളും എന്ന് സത്യൻ അന്തിക്കാടിന്റെ വാക്കുകളിലുണ്ട്. സത്യൻ അന്തിക്കാട് ഇത്ര വൈകാരികമാകണമെങ്കിൽ എത്രമാത്രം ആത്മബന്ധം അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാകും. സത്യന്റെ വലം കൈയാണ് പോയത് എന്നിങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ട ശേഷം പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ. രോഗാവസ്ഥയിലായ ശേഷം ശ്രീനിവാസന് ഏറ്റവും കൂടുതൽ ആശ്വാസവും സന്തോഷവും ലഭിച്ചിരുന്നത് സത്യൻ അന്തിക്കാടിന്റെ ഇടയ്ക്കിടെയുള്ള സന്ദർശനങ്ങളിലൂടെ തന്നെയാണ്. സത്യൻ വരുന്ന ദിവസമാണെന്ന് അറിഞ്ഞാൽ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി കാത്തിരിക്കുമായിരുന്നു ശ്രീനിവാസൻ എന്ന് ഭാര്യ വിമല മുൻപ് ഇരുവരുടെയും സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരന്റെ ജീവിതത്തെയും രാഷ്ട്രീയത്തെയും സിനിമയുടെ ക്യാൻവാസിൽ പകർത്തിയ ശ്രീനിവാസൻ കേരളത്തിലെ ഏറ്റവും ജനകീയനായ സിനിമാക്കാരിൽ ഒരാളായിരുന്നു. കാൾമാർക്സിന്റെ പുസ്തകം വായിച്ചതുകൊണ്ടൊന്നും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്ന് വിശ്വസിച്ച ശ്രീനിവാസൻ പുതിയ കാലത്തിന്റെ രാഷ്ട്രീയമായി ജൈവകൃഷിയിലേക്ക് ഇറങ്ങി മാതൃക സൃഷ്ടിച്ചു. 17 വർഷം ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവർക്ക് വീട് വെച്ച് നൽകിയ അദ്ദേഹം മനുഷ്യസ്നേഹത്തിന്റെ മുഖമായി. എന്നും സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിരുന്ന ശ്രീനിവാസൻ സിൽവർ ലൈൻ പദ്ധതിയെ നിശിതമായി വിമർശിച്ചു. രാഷ്ട്രീയത്തിലെ കള്ളന്മാർക്ക് അഴിമതി ചെയ്യാനുള്ള സംവിധാനമാണ് ഇന്നത്തെ ജനാധിപത്യമെന്നും അതിനെ ജനാധിപത്യം എന്നല്ല തെമ്മാടിപത്യം എന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നും തുറന്നു പറയാനുള്ള ധൈര്യം ശ്രീനിവാസൻ കാണിച്ചിട്ടുണ്ട്. സിനിമയിലെ താരാധിപത്യത്തെ വിമർശിക്കാൻ തയ്യാറായ സിനിമാക്കാരൻ കൂടിയായിരുന്നു ശ്രീനിവാസൻ. ഒരു സിനിമാക്കാരന്റെ ജാടയെ ഇല്ലാതെ അദ്ദേഹം പാടത്തിറങ്ങി ജൈവകൃഷി എന്താണെന്ന് മലയാളിയെ പഠിപ്പിച്ചു. പുതിയ കാലത്തിന് വേണ്ട സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനം ജൈവകൃഷിയാണെന്നാണ് ശ്രീനിവാസൻ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജൈവകൃഷിയുടെ പ്രചാരണത്തിന് വേണ്ടി അദ്ദേഹം ആദ്യം മുതലേ രംഗത്തെത്തി. എറണാകുളത്തെ കണ്ടനാട്ട് വാങ്ങിയ സ്ഥലത്ത് ജൈവകൃഷി പരീക്ഷിക്കുകയും ചെയ്തു. അത് വിജയിച്ചതോടെ വീട്ടിലേക്ക് ആവശ്യമായ നെല്ലും പച്ചക്കറിയും എല്ലാം കൃഷി ചെയ്യുന്നതിനു പുറമെ വിൽപ്പനയും ആരംഭിച്ചു. ഇതിനായി ശ്രീനി ഫാംസ് എന്ന സംരംഭകവും തുടങ്ങി. കൂടാതെ വീട്ടിലെ പാലിന്റെ ആവശ്യത്തിനും കൃഷിക്കും ചാണകത്തിനുമായി അദ്ദേഹത്തിന് വീട്ടിലും കുള്ളൻ പശുക്കളെ വളർത്തിയിരുന്നു. രാസവസ്തുക്കൾ ചേർക്കാത്ത മത്സ്യകൃഷിയും നടത്തിയിരുന്നു. പരിസ്ഥിതിക്ക് വേണ്ടി എന്നും വാദിച്ചിരുന്ന ശ്രീനിവാസൻ സ്വന്തമായി വസതി നിർമ്മിച്ചും മാതൃക കാണിച്ചു. തൃപ്പൂണിത്തുറയ്ക്ക് സമീപം കണ്ടനാടിന്റെ ഗ്രാമീണതയിൽ ശ്രീനിവാസൻ നിർമ്മിച്ച വസതിയെ തേടിയെത്തിയത് കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ വസതി എന്ന ബഹുമതിയാണ്. പരിസ്ഥിതി സൗഹൃദ കെട്ടിട നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൌൺസിലാണ് ശ്രീനിവാസന്റെ വസതിയെ ഹരിതഗ്രഹമായി അംഗീകരിച്ചത്. ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ആയ പ്ലാറ്റിനം ഗ്രേഡാണ് 6364 ചതുരശ്ര അടി വലുപ്പവും 4 കിടപ്പുമുറിയുമുള്ള വസതിക്ക് ലഭിച്ചത്. 17 വർഷമായി ഒപ്പമുള്ള തന്റെ ഡ്രൈവർക്ക് ശ്രീനിവാസൻ വീട് വെച്ച് നൽകിയ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു. ഇത്തവണത്തെ വിഷുദിനത്തിലായിരുന്നു വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്നത്. പയ്യോളി സ്വദേശിയായ ഷിനോജാണ് ശ്രീനിവാസൻ വീട് വെച്ച് നൽകിയത്. നടന്റെ വീട് സ്ഥിതി ചെയ്യുന്ന എറണാകുളം ജില്ലയിലെ കണ്ടനാട് തന്നെയാണ് ഡ്രൈവർക്കും താരം വീടൊരുക്കിയത്. ശാരീരിക ആവശ്യതകൾ വകവയ്ക്കാതെ കണിക്കൊന്ന പൂക്കളുമായാണ് പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കാൻ ശ്രീനിവാസൻ എത്തിയത്.